പോയത്. ഇനിയിപ്പോ എന്താ നിന്റെ അടുത്ത പരിപാടി സഹു? ആ പാവം DIGയുടെ പെടലിക്കിട്ട് അടിക്കാൻ പോണു. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോണു? അതിപ്പോ ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാലും ജീവിക്കും. ഇവിടെ നിങ്ങൾ എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നതും അല്ലെങ്കിൽ എന്നെ പൊളിച്ചെടുക്കേണ്ടിയിരുന്നതും എന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നുവെന്നും ആ നിലപാടുകൾ എത്ര തവണ ഞാൻ മാറ്റി പറഞ്ഞു കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്നും അയാളെ കൊണ്ട് സത്യം പറയിക്കാൻ ശ്രമിച്ചതിന്റെ വേദന ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ആ മാറ്റിപ്പറഞ്ഞ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നൊന്നായി പൊളിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഹാഷ്മിക്ക് ഒരു ഷേക്കാൻഡ് തന്നേനെ. ഹാഷ്മി അവിടെ നെറുകേട് കാണിക്കുമെന്നും ഇന്നലകളിൽ എനിക്ക് ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്കുണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എന്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയി. ഫെബ്രുവരി 25 ഞാൻ സാബു ജേക്കബിനോട് വന്നതാണ്, സാർ എനിക്ക് വേണം ദുഃഖാക്കാൻ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അപ്പം കൊട്ടാരക്കരയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം BJPയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷെ ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചെന്നാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. നാളെ ഇതാണ് ഞാൻ പറഞ്ഞത്. നിന്നെ പുള്ളി പിടിച്ചൊന്ന് കൊടഞ്ഞ് അതിന്റെ ചൊരുക്കണ് എനിക്ക്. സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തൊന്നും കൊണ്ടുവന്നൊക്കെ ഇരിക്കും. അതൊക്കെ അപ്പ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല, ഹാഷ്മി ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണ്, അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത്. നിങ്ങളുടെ മൈക്കിന്റെ വോളിയം കൂട്ടിവെച്ച് എന്റെ മൈക്കിന്റെ വോളിയം താഴ്ത്തി വെച്ച് പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. പറ്റുന്ന പണിക്ക് പോയാ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ആവർത്തിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഒന്ന് പുറത്തു വിടാനുള്ള മാന്യത നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോയി ചത്തുടടാ. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്റെ വിഷമം എനിക്കല്ലേ അറിയാവൂ. ഇന്നാ ചുക്കിട്ട കടന വലിച്ചു കുടിച്ച് മൂടിപ്പൊതിച്ച് കിടന്നോ? കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ച്. തടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്.